മുണ്ടക്കൈ ചൂരന്മല പ്രദേശങ്ങളിലെ ദുരിതബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളും. കേരള സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റേതാണ് തീരുമാനം. ദുരിതബാധിത പ്രദേശങ്ങളിൽ ഉൾപ്പെട്ട കർഷകർ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള വായ്പകൾ പൂർണ്ണമായും എഴുതിത്തള്ളാനാണ് തീരുമാനം. കർഷകരുടെ പ്രമാണങ്ങൾ അടക്കമുള്ള രേഖകളും ഓണസമ്മാനവും വിതരണം ചെയ്യും. റിനു ശ്രീധർ നൽകും വിവരങ്ങൾ. റിനു, ദുരന്തത്തിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ ഒരു തീരുമാനമാണ് കാർഷിക ഗ്രാമവികസന ബാങ്കിന്റേതായി വന്നിരിക്കുന്നത്. എന്താണ് മറ്റു വിശദാംശങ്ങൾ? ആർക്കൊക്കെയാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക? വിനിത, വയനാട്ടിലെ ദുരിതബാധിതർക്ക് എല്ലാ കോണുകളിൽ നിന്നും സഹായം നൽകുന്നൊരു കാര്യം നമുക്കറിയാം. ഇപ്പോഴിതാ കേരള സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കും ഇത്തരമൊരു സഹായവുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ബാങ്കുകളിൽ നിന്ന് അല്ലെങ്കിൽ ഈ വയനാട് ഈ പ്രദേശങ്ങളിലെ ശാഖകളിലെ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത കർഷകർക്കുള്ള വായ്പ എഴുതിത്തള്ളും എന്നുള്ളതാണ് കേരള സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്പസമയത്തിനകം തന്നെ അവർ വാർത്താ സമ്മേളനവും ചേർത്തിട്ടുണ്ട്. ദുരിതബാധിത പ്രദേശങ്ങളിൽ ഉൾപ്പെട്ട കർഷകർ എടുത്തിട്ടുള്ള വായ്പകളാണ് എഴുതി തള്ളുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇവരുടെ രേഖകൾ, അതായത് പണയമായി നൽകിയിരിക്കുന്ന ഇവരുടെ രേഖകൾ കൃത്യമായി തന്നെ ഈ ഓണത്തിന് മുൻപ് തന്നെ, അതായത് നാളെയോ മറ്റന്നാളോ തന്നെ കൃത്യമായി തന്നെ വിതരണം ചെയ്യുവാനുള്ളൊരു തീരുമാനവും ഇവർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അവർ അറിയിച്ചിട്ടുള്ളതും. ഒപ്പം ഓണസമ്മാനവും ഈ വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകുവാൻ വേണ്ടി ബാങ്ക് തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലടക്കം സഹായവുമായി കേരള കാർഷിക ഗ്രാമവികസന ബാങ്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും വിനിത സൂചിപ്പിച്ചതുപോലെ തന്നെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വലിയ ഒരു താങ്ങ് തന്നെയാണിപ്പോൾ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. വിനിത, ശരി. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.